കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം. ഷാലോം, നിങ്ങൾക്ക് സമാധാനം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കുന്ന ഒരു ചിന്ത യെശയ്യാപ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുവാൻ തക്കവണ്ണം കഴിയുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ പറയുന്നു, തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും ആകുന്നു. പഴുത്ത വ്രണങ്ങൾ അവയെ ഞെക്കിക്കഴുകിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടിയിട്ടില്ല. അതായത് മൊത്തം തല മുതൽ പാദം വരെ ഒരു സുഖവുമില്ല. ഇന്ന് പകൽക്കാലം ഈ സന്ദേശം കേൾക്കുമ്പോൾ ഞാൻ ഒരു ചിന്ത നിങ്ങളോട് പറയട്ടെ. നമ്മളിൽ ദൈവരാജ്യം വസിക്കുന്നു എന്ന ഒരു ചിന്ത നമ്മളെ ഭരിക്കണം. ഞാൻ ദൈവരാജ്യത്തിന് അകത്താണെന്നുള്ളൊരു ചിന്ത നമ്മളെ ഭരിക്കണം. അതായത് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ എൻ്റെ ഹൃദയം കൊണ്ടാണ് ഞാൻ യേശുവിനെ സ്വീകരിക്കുന്നത്. അതിൻ്റെ പ്രഖ്യാപനമായിരുന്നു എൻ്റെ വാഗൊണ്ട് പ്രസ്താവിച്ചത്. ഇവിടെ പറയുന്നു, ഹൃദയത്തിനകത്ത് രോഗമാണ്, തലയിൽ ദീനവുമാണ്. അതായത് ഈ രണ്ട് ഭാഗങ്ങൾ ആക്ഷരികമായ ചില രോഗങ്ങളെക്കുറിച്ച് അല്ല ഞാൻ പ്രതിപാദിപ്പാൻ ആഗ്രഹിക്കുന്നത്. അതിനപ്പുറം മറ്റൊരു കാര്യം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തരുവാനാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ള എൻ്റെ സഹോദരനോട് പറയട്ടെ, ബുദ്ധി കൊണ്ട് ചിന്തിച്ച് വചനത്തെ സ്വീകരിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുന്തോറും നിങ്ങൾ പരാജിതരായി മാറും. എന്നാൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലാണ് വസിക്കുന്നുള്ള ബോധത്തോട് വേണം നാം ജീവിക്കുവാൻ. നമ്മുടെ ഹൃദയത്തിലാണ് ക്രിസ്തുവിന് നമ്മൾ സ്ഥാനം കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഉള്ളിലാണ് പരിശുദ്ധ ആത്മാവ് വസിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ബുദ്ധിയുടെ മണ്ഡലം പലപ്പോഴും വിശ്വാസത്തിനെതിരെ ചിന്തിക്കുവാൻ തുടങ്ങും. നമ്മുടെ അറിവ് വിശ്വാസത്തിന് എതിരെ പറയാൻ തുടങ്ങും. നമ്മൾ കാണുന്ന കാഴ്ചകൾ, നമ്മുടെ ബുദ്ധിയുടെ അറിവുകൾ, ഈ കേൾക്കുന്ന ന്യൂസുകൾ, ഇതൊക്കെ ഒരു പക്ഷെങ്കിൽ വിശ്വാസത്തിന് എന്ത് ചെയ്യുന്നു, തടയുവാൻ, വിശ്വാസത്തെ കുറയ്ക്കുവാനൊക്കെ ഇടയാകുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ തല കൊണ്ട് ചിന്തിച്ചാൽ, ബ്രെയിൻ കൊണ്ട് ചിന്തിച്ചാൽ പലപ്പോഴും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ അസുഖം? വിശ്വസിക്കാൻ പറ്റാത്തതാണ് അസുഖം. വചനത്തെ ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ് അസുഖം. അതായത് വചനത്തെ തലച്ചോറ് കൊണ്ട് മാത്രം ചിന്തിച്ച് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് നാം ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് ക്രിസ്തു വസിക്കുന്നുള്ള ആ ബോധ്യം നമുക്കുണ്ടാകണം. അതായത് തല മൊത്തം ദീനമാണ്, ഹൃദയത്തിനകത്ത് രോഗവുമാണ്. അതായത് ഒരു ഹാർട്ടിൻ്റെ അകത്തെ വാൽവുകൾക്കകത്തളങ്ങളിൽ ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ, അതായത് ആ രക്തധമനികൾക്കകത്തളങ്ങളിൽ ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ ആ ഹൃദയത്തിനകത്തേക്ക് രക്തം പമ്പ് ചെയ്യുന്ന ആ സർക്കുലേഷൻ നടക്കത്തില്ല, അത് ബ്ലോക്കാകും. ഇതുപോലെ തന്നെ വിശ്വാസത്തിൻ്റെ വഴികൾ ബ്ലോക്കായി കിടക്കുന്ന ചിന്തകൾ, സങ്കല്പങ്ങൾ, നിരൂപണങ്ങൾ, ആഗ്രഹങ്ങൾ. കൊരിന്ത്യലേഖനം പറയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയർന്നു വരുന്ന സങ്കല്പങ്ങൾ, ചിന്തകൾ, ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിനകത്ത് ചില രോഗങ്ങളായി കിടക്കുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ഇന്ന് വൽക്കാലം അതിനെ നീക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ അറിയിക്കുകയാണ്. എങ്ങനെയാണ് നീക്കുന്നത്? അതിനെ ഞെക്കി കഴുകണം. ആ വ്രണം, അതായത് ആ ബ്ലോക്ക്, ആ രോഗം, അതിനെ ഞെക്കി കഴുകി കളയണം. അതിനെ വെച്ച് കെട്ടണം. അതായത് വചനം കൊണ്ട് അതിനെ വെച്ച് കെട്ടണം. സ്വതന്ത്രം വചനം കേട്ട് അതിനെ ഞെക്കിക്കഴുകി ദൈവത്തിൻ്റെ വചനത്താൽ അതിനെ വെച്ച് കെട്ടണം. തീർന്നില്ല, പരിശുദ്ധാത്മാവിനാൽ അതിനെ പൂശണം. ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുവാനിടയായി തീരും. നിങ്ങൾ ആളുമാറുവാനിടയായി തീരും. നിങ്ങളുടെ ജീവിതം സന്തോഷകരമായി തീരുവാനിടയാകും. നിങ്ങളുടെ തലയിലെ ദീനം മാറും, നിങ്ങളുടെ ഹൃദയത്തിലെ രോഗം മാറും. നിങ്ങൾ ഒരു അസുഖമില്ലാത്ത വ്യക്തിയായി, നിങ്ങൾ ആത്മാവിൽ ശക്തിയുള്ളൊരു മനുഷ്യനായി, നിങ്ങൾ ജയാളിയായ ഒരു മനുഷ്യനായിട്ട് മുൻപോട്ട് പോകാനിടയായി തീരും. അതേ ദൈവമക്കളെ, അതിനായിട്ട് ശ്രമിക്കുക.
സ്തോത്രം. ഭാരങ്ങളെ വലിച്ചു കളയുക, ക്രിസ്തുവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കർത്താവെ, ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ വേണ്ടി അനുഗ്രഹിക്കുന്നു. ഒരു സൗഖ്യവും ഹീലുമാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ.